നമസ്തേ. ഗീതാ സപര്യയിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിൽ 7-ാമത്തെ ശ്ലോകമാണ് ഇന്ന് വിചാരം ചെയ്യുന്നത്. ശ്രീ ഭഗവാൻ അർജുനനോട് കർമ്മത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധരംഗത്ത് ശോകമോഹങ്ങൾക്ക് വിധേയനായി കർമ്മത്തിൽ നിന്ന് വിമുഖനായി നിൽക്കുന്ന അർജുനന് വീണ്ടും കർമ്മത്തിലേക്ക് ഉൾപ്പെടാനുള്ള, വീണ്ടും യുദ്ധരംഗത്തേക്ക് തിരിയാനുള്ള ശക്തി, ആ ഒരു മാനസികമായ തയ്യാർ, അത് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ശ്രീ ഭഗവാൻ അർജുനന് ജ്ഞാനരഹസ്യം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഈ രഹസ്യമായ ജ്ഞാനം, മനുഷ്യൻ്റെ ആന്തരികമായ ആ ഒരു ജ്ഞാനം ഉണ്ടാകുന്നതിൽ നിന്നാണ് ഒരു വ്യക്തി കർമ്മത്തിന് തയ്യാറാവുന്നത്. അപ്പോൾ ഇവിടെ ഈ കർമ്മത്തെക്കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ, ഈ കർമ്മയോഗത്തിലേർപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ആന്തരികമായ ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ കർമ്മത്തിൻ്റെ പ്രാധാന്യം. ഈ ജ്ഞാനമാണ്, അറിവാണ് കർമ്മത്തെ പ്രേരിപ്പിക്കുന്ന ഘടകം. പക്ഷേ ഈ അറിവുണ്ടാകുന്നതിന് കർമ്മം ആവശ്യമാണ്. അങ്ങനെ ഈ കർമ്മയോഗം അനുഷ്ഠിച്ച് മനസ്സിന് പരിശുദ്ധി ഉണ്ടാക്കി തീർക്കുകയും ആ പരിശുദ്ധി കൊണ്ട് ജ്ഞാനം സമ്പാദിക്കുകയും, ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം എന്ന് പറഞ്ഞാൽ, മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് അവനവൻ്റെ ശരീരമനസ്സുകളെയും ഈ ശരീരമനസ്സുകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയ ആത്മാവിനെയും കുറിച്ചുള്ള അറിവിനും അനുഭവത്തിനുമാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം. ആ ജ്ഞാനം കൊണ്ട്, അതായത് അവനവൻ്റെ ശരീരമനസ്സുകളെക്കുറിച്ചും ആ ശരീരമനസ്സുകളെ അറിയുന്നവനായ, ശരീരമനസ്സുകളിൽ നന്മയുടെ കൃഷി ചെയ്യുന്നവനായ ആ ക്ഷേത്രജ്ഞൻ, ഇതാണ് ഭഗവത്ഗീതയുടെ ടെർമിനോളജി. ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ. ക്ഷേത്രമാണ് ശരീരമനസ്സുകൾ, ക്ഷേത്രജ്ഞനാണ് ആത്മാവ്. ആ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ എന്ന് നമുക്ക് ജനറലായി അതിൻ്റെ അർത്ഥം എടുക്കാം. അതായത് ആ ക്ഷേത്രത്തിൽ, കൃഷിസ്ഥലത്ത് കൃഷി ചെയ്യുന്നവൻ, അതാണ് നമ്മുടെ ശരീരമനസ്സുകളെ അറിഞ്ഞ് അതിനെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്ന, അതിനെ ആകർഷിക്കുന്ന എന്നാണ് ഭഗവത്ഗീതയുടെ പ്രയോഗം. ഈ ശരീരമനസ്സുകളെ തൻ്റെ വരുതിയിൽ നിർത്തി ആകർഷിക്കുന്ന ആ ചൈതന്യം, ആ ആത്മചൈതന്യത്തെക്കുറിച്ചുള്ള അറിവ്, അതാണ് ശരിക്കും ജ്ഞാനം ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം. ഈ ജ്ഞാനമാണ് അവനവന് ആത്മശുദ്ധീകരണത്തിനും അവനവൻ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിനും ഒക്കെ കാരണം. അപ്പൊ അവന് വെറുതെ കർമ്മം ചെയ്യുക എന്നുള്ളതല്ല, കർമ്മത്തെ കർമ്മയോഗമായി ചെയ്യുക എന്നുള്ളതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ആ കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കണം. അപ്പോഴാണ് അത് ചിത്തശുദ്ധീകരണത്തിന് ഉപയോഗപ്രദമാകുന്നത്. ആ കർമ്മയോഗം എന്താണ് എന്ന് വിശദീകരിക്കുന്നതാണ് ഈ ഇന്ന് നാം വിചാരം ചെയ്യുന്ന ശ്ലോകം. ഭഗവത്ഗീതയിൽ ശ്രീ ഭഗവാൻ പറയുന്നു, ഒരു വ്യക്തിക്കും കർമ്മം ചെയ്യാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയില്ല. എല്ലാ സമയത്തും നമ്മുടെ ഉള്ളിലെ വാസനകൾക്ക് വശംവദരായി നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യകർമ്മകൃത് കാര്യതേഹി അവശകർമ്മ സർവ പ്രകൃതിജൈഹി ഗുണൈഹി. പ്രകൃതിജമായ സത്വരജസ്തമോ ഗുണങ്ങളുടെ പ്രേരണയാൽ നിരന്തരം നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കർമ്മത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കർമ്മത്തെ തന്നെ ഒരു ചിത്തശുദ്ധീകരണത്തിനുള്ള മാർഗമായി ഭഗവത്ഗീത അവതരിപ്പിക്കുകയാണ്. ഉപനിഷത്തിന്റെ മാർഗമാണ്. അതായത് കർമ്മത്തെ എങ്ങനെ അനുഷ്ഠിക്കണം, ആദ്യം അത് എങ്ങനെ അനുഷ്ഠിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കർമ്മേന്ദ്രിയങ്ങളെ ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കാതെ വെറുതെ അടക്കി വെച്ചിട്ട് മനസ്സുകൊണ്ട് പല പല പ്ലാനും പദ്ധതികളും ഒക്കെ, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്നിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്ലാനും പദ്ധതിയും ഇട്ടുകൊണ്ട് ഇരുന്നത് കൊണ്ട് കാര്യമില്ല. അത് കർമ്മമാകുന്നില്ല, അത് കർമ്മയോഗമാകുന്നില്ല. കർമ്മയോഗം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ശ്ലോകമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഈ ഒരു കർമ്മത്തിന്, ഏതു തരത്തിലുള്ള കർമ്മമായാലും ശരി, ആ കർമ്മത്തിന് അതിൻ്റെ ഒരു പ്ലാനിങ് സ്റ്റേജ് ഉണ്ട്, എക്സിക്യൂഷൻ സ്റ്റേജ് ഉണ്ട്, അതിന് ഫലമുണ്ടാകുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, റിസൾട്ടിങ് സ്റ്റേജ് ഉണ്ട്.
അതായത് ഇതിന് ഒരു പ്ലാനിങ് സ്റ്റേജ്, ഏത് കർമ്മം ചെയ്യണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് നിശ്ചയിക്കുക. അത് ഏത് കർമ്മമായാലും അതിനുണ്ട്. വെറുതെ കയ്യിൽ ഇളക്കുന്നതിനായാൽ പോലും ആ കൈ ഇളക്കണം എന്ന് ഒരു പ്ലാൻ നേരത്തെ ഉണ്ടായതിനു ശേഷമാണ്, അത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഉണ്ടായതിനു ശേഷമാണ് ആ ആക്ഷൻ നടക്കുന്നത്. ഏതും അതിനു മുമ്പുള്ള പ്ലാനിങ് സ്റ്റേജ്, അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റേജ്, അതിൻ്റെ റിസൾട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്ന 3 സ്റ്റേജസ് ഉണ്ട്. ഇതിൽ ഈ കർമ്മഫലത്തിൻ്റെതായ ഈ റിസൾട്ടിങ് സ്റ്റേജിനെയാണ് ഈ കർമ്മയോഗത്തിൽ നമ്മൾ വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കുന്നത്. എന്താണ് ഒരു കർമ്മത്തിൻ്റെ ഫലം? ഈ കർമ്മത്തിൻ്റെ ഫലം എങ്ങനെയാണ് വന്നു ചേരുന്നത്? ഒരു കർമ്മത്തിൻ്റെ ഫലമനുസരിച്ചാണ് ആ കർമ്മത്തിൻ്റെ ക്വാളിറ്റി തന്നെ നമ്മൾ നിർണ്ണയിക്കുന്നത്. ഒരു കർമ്മത്തിൻ്റെ ഫലം വളരെ മോശമാണെങ്കിൽ അത് ചീത്തകർമ്മം, ആ കർമ്മത്തിൻ്റെ ഫലം നല്ലതാണെങ്കിൽ അത് നല്ല കർമ്മം. ഈ രീതിയിലാണ് നമ്മൾ കർമ്മത്തെ സമീപിക്കുന്നത്. പക്ഷേ ഈ കർമ്മഫലം എന്നുള്ളത് ഈ കർമ്മം ചെയ്യുന്നയാളുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ് ഒരു വലിയ ദുഃഖകരമായ യാഥാർത്ഥ്യം. അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് കർമ്മം ചെയ്യാം, പക്ഷേ അതിൻ്റെ ഫലം നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇതാണ് കർമ്മയോഗത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. കർമ്മയോഗത്തിൻ്റെ അകത്ത് ഉള്ളടങ്ങിയിട്ടുള്ള തത്വം അതാണ്. ഇതിൻ്റെ പ്ലാനിങ് സ്റ്റേജും എക്സിക്യൂഷൻ സ്റ്റേജും ഒരു പരിധിവരെ നമ്മുടെ നിയന്ത്രണത്തിലാണ്. അഥവാ ഡേ ബൈ ഡേ നമ്മൾ പരിശ്രമിച്ചാൽ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലേ അല്ല. അനവധി ഘടകങ്ങളുടെ ഫലമായിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നത്, കർമ്മഫലം ഉണ്ടാകുന്നത്. ഈ കർമ്മഫലത്തെ വളരെ വസ്തുനിഷ്ഠമായി ശാസ്ത്രീയമായി പഠിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഭഗവത്ഗീത മുമ്പോട്ട് വയ്ക്കുന്നത്. അങ്ങനെയാണ് ഈ കർമ്മയോഗമായി മാറുന്നത്. അത് നമ്മൾ വളരെ വളരെ ചിന്തിച്ച് ആലോചിച്ച് പഠിച്ച് മനനം ചെയ്ത് കൃത്യമായി മനസ്സിലാക്കി കർമ്മം ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ ശ്ലോകത്തിൽ ആ കർമ്മയോഗത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഉപദേശം അദ്ദേഹം തരികയാണ്. ഭഗവത്ഗീത 18ാമത്തെ അധ്യായം വരെ ഈ കർമ്മയോഗത്തിൻ്റെ പല 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 തലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. കർമ്മയോഗവും ജ്ഞാനവും, ശരീരമനസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, അഥവാ ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തനായ ക്ഷേത്രജ്ഞനെക്കുറിച്ചുള്ള ജ്ഞാനം, ഈ ജ്ഞാനവും അതേപോലെ കർമ്മയോഗം, ഇത് രണ്ടുമാണ് ഭഗവത്ഗീതയുടെ പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ കണ്ടു, അത് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ഭഗവാൻ തുടങ്ങിയത്. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം എന്ന്. ജ്ഞാനയോഗവും കർമ്മയോഗവും ഇതാണ് ഭഗവത്ഗീത പറയാൻ ആഗ്രഹിക്കുന്ന. ഏറ്റവും തുടക്കം മുതൽ അവസാനം വരെ അതുതന്നെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പല പല തലങ്ങളെ അപഗ്രഥിച്ച് സൂക്ഷ്മമായി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവനവൻ്റെ മനസ്സ് എങ്ങനെയാണ് ഈ കർമ്മത്തിലും ജ്ഞാനത്തിലും ഏർപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പല പല തലങ്ങളുമാണ് ഭഗവത്ഗീത ചർച്ച ചെയ്യുന്നത്. ഏതായാലും ഈ ശ്ലോകത്തിൽ കർമ്മയോഗത്തെക്കുറിച്ച് അദ്ദേഹം എങ്ങനെയാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് എന്ന് നോക്കാം. യസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈഃ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യത്തെ. യഃ തു ഇന്ദ്രിയാണി മനസാ നിയമ്യ ആരഭതേ അർജുന കർമ്മേന്ദ്രിയൈഃ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യത്തെ. യഃ തു, യാതൊരുവനാണോ, തു എന്ന ആ ഒരു അവ്യയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനു മുമ്പ് പറഞ്ഞ ആ മിഥ്യാചാരൻ എന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ കർമ്മയോഗത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നമ്മൾ മലയാളത്തിലൊക്കെ നേരെ മറിച്ച് എന്ന് പറയില്ലേ, അതങ്ങനെയാണ്. നേരെ മറിച്ച് ഇതിങ്ങനെയാണ് എന്ന് നമ്മൾ പറയുന്ന ആ നേരെ മറിച്ച് എന്ന് പറയുന്ന ആ ഒരു ഓൺ ദി അതർ ഹാൻഡ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആ ഒരു അർത്ഥത്തിലാണ് തു പ്രയോഗിക്കുന്നത്. ഇവിടെ തു. ഇനി നേരെ മറിച്ച് യഹ, യാതൊരുവനാണോ ഇന്ദ്രിയാണി മനസാ നിയമ്യ, ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയമനം ചെയ്തിട്ട്. ഇവിടെ ഇന്ദ്രിയങ്ങളെ എന്ന് പറയുമ്പോൾ എന്താണ് ഇന്ദ്രിയങ്ങൾ എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ ഭഗവത്ഗീത പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മനസ്സിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളെക്കുറിച്ചുള്ള അറിവ് വളരെ പ്രധാനമാണ്. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ അതുപോലെ കർമ്മേന്ദ്രിയങ്ങൾ, ഇത് രണ്ടും
ഈ രണ്ട് ഗ്രൂപ്പുകളും ബാഹ്യേന്ദ്രിയങ്ങളാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക് തുടങ്ങിയ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കയ്യ്, അതേപോലെ കാല്, വാക്ക് തുടങ്ങിയ 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെപ്പോഴും മനസ്സിൽ ഓർക്കണം. ഇത് ബാഹ്യ ഇന്ദ്രിയങ്ങളും അന്തരിന്ദ്രിയമായ മനസ്സും, ഇങ്ങനെ 11 ഇന്ദ്രിയങ്ങളാണ്, 11 ഉപകരണങ്ങളാണ് നമുക്ക് കർമ്മം ചെയ്യുന്നതിനും അതുപോലെ പുറത്തുനിന്നുള്ള അറിവ് സ്വീകരിക്കുന്നതിനും എല്ലാം, കമ്മ്യൂണിക്കേഷനും പുറത്തുനിന്നുള്ള അറിവ് ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതിനും ഉള്ള നമ്മുടെ ഉപകരണങ്ങളാണ് ഈ 11 എണ്ണം. അതിൽ ഈ അന്തരിന്ദ്രിയമായ മനസ്സ് ബാക്കി 10 ഇന്ദ്രിയങ്ങളുടെയും കൂടെ പ്രവർത്തിക്കുമ്പോഴാണ്, ആ മനസ്സിൻ്റെയും ബാഹ്യേന്ദ്രിയത്തിൻ്റെയും രണ്ടിൻ്റെയും കൂടെ സഹകരണം ഉണ്ടാകുമ്പോഴാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സുൾപ്പെടെയുള്ള ഈ 11 ഇന്ദ്രിയങ്ങളെയും മനസാനിയമ്യ, ഈ മനസ്സുകൊണ്ട് തന്നെ ഈ 11 ഇന്ദ്രിയങ്ങളെയും, മനസ്സുകൊണ്ട് തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളെയും, മനസ്സുകൊണ്ട് തന്നെ കർമ്മേന്ദ്രിയങ്ങളെയും, മനസ്സുകൊണ്ട് തന്നെ മനസ്സിനെയും നിയന്ത്രിച്ച്, നമുക്ക് നിയന്ത്രിക്കാനുള്ള ഉപകരണം മനസ്സ് തന്നെയാണ്, നിയന്ത്രിക്കപ്പെടേണ്ട ഉപകരണവും മനസ്സ് തന്നെയാണ്. മനസ്സുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കണം. എങ്ങനെ? ഇപ്പൊ ഉദാഹരണത്തിന് തീയിൽ തൊട്ടാൽ പൊള്ളും എന്നറിയാത്ത ഒരു കുട്ടി കൈയെടുത്ത് തീയിലേക്കിടും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അറിയില്ല പൊള്ളുന്നുള്ളത്. പൊള്ളിക്കഴിയുമ്പോഴേ അറിയുള്ളൂ. പക്ഷേ നമ്മൾ ആരെങ്കിലും തീയുടെ അടുത്ത് പോയി കൈയിടില്ല. കാരണം നമുക്കത് അറിയാം. അതാണ്, ആ അറിവ് കൊണ്ടാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. ഇത് ദോഷകരമാണ്, ഇത് നമുക്ക് പ്രയോജനകരമാണ്, ഇത് നമുക്ക് വളർച്ചയുണ്ടാക്കുന്ന, പ്രോഗ്രസീവാണ്, ഇത് നമുക്ക് നാശമുണ്ടാക്കുന്ന, നെഗറ്റീവായിട്ടുള്ളതാണ് എന്നുള്ള ആ ഒരു അറിവാണ്. അതിന് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് ദോഷദർശന അഭ്യാസം എന്നാണ്. ഇത് ശരിയല്ല, ഇത് ദോഷകരമാണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത്. മറ്റൊരാളെ അനാവശ്യമായി നിന്ദിക്കുന്നത് നമുക്കും സമൂഹത്തിനും ദോഷകരമാണ് എന്നുള്ള അറിവാണ് ആ പ്രവൃത്തിയിൽ നിന്ന് നമ്മളെ പിന്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മനസാനിയമ്യ, യഹാതു ഇന്ദ്രിയാണി മനസാനിയമ്യ. നിയമ്യ എന്ന് പറഞ്ഞാൽ നിയമനം ചെയ്തിട്ട്, നിയന്ത്രിച്ചിട്ട്. അല്ലാതെ ഈ അറിവ് കൊണ്ടല്ലാതെ നമ്മൾ നിയന്ത്രിച്ചാൽ, ഇത് ദോഷകരമാണ് എന്നുള്ള അറിവ് കൊണ്ടല്ലാതെ ഇതിനെ നിയന്ത്രിച്ചാൽ ആ നിയന്ത്രണം ശാശ്വതമല്ല. നമുക്ക് ഒരു തവണയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും എന്നല്ലാതെ അടുത്ത തവണ വീണ്ടും അത് ആ വിഷയത്തിലേക്ക് തന്നെ നമ്മുടെ മനസ്സ് പോകും. ശരിക്കും നിയമനം ചെയ്യാൻ പറ്റില്ല. ശരിക്കും നിയമനം ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വേണ്ടത്ര അറിവ് വേണം. ആ അറിവ് ഭഗവത്ഗീത തന്നെ പിന്നീട് തരുന്നുണ്ട്. ഭഗവത്ഗീത പറയുന്നു, തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യവ്യവസ്ഥിതൗ. എന്താണ് ചെയ്യേണ്ടത് അതാണ് കാര്യം, എന്താണ് ചെയ്യരുതാത്തത് അകാര്യം. അതിനുള്ള പ്രമാണം ശാസ്ത്രമാണ്. ഇതിൻ്റെ ശരിയായ അറിവ് നമുക്ക് കിട്ടുന്നത് ശാസ്ത്രത്തിൽ നിന്നാണ്, ഭഗവത്ഗീത പോലെയുള്ള ശാസ്ത്രങ്ങളിൽ നിന്നാണ്. ആ ശാസ്ത്രങ്ങളെ അനുസരിച്ച് ഇനി പിന്നീട് വരുന്ന അധ്യായങ്ങളിൽ ദൈവാസുര സമ്പദ് വിഭാഗം, അതിൽ നമ്മുടെ നല്ല ചിന്തകളും ചീത്ത ചിന്തകളെയുമാണ് നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്. അതുപോലെ അതായത് ദൈവസമ്പത്തെന്ന് പറഞ്ഞാൽ, സമ്പത്തെന്ന് പറഞ്ഞാൽ കൂട്ടം, ആശയങ്ങളുടെ സമ്പത്താണ്, ആശയങ്ങളുടെ കൂട്ടമാണ് അവിടെ. അതായത് നന്മയിലേക്ക് നയിക്കുന്ന ആശയങ്ങൾ. അതേപോലെ ആസുര സമ്പത്ത് എന്ന് പറഞ്ഞാൽ തിന്മയിലേക്ക് നയിക്കുന്ന ആശയങ്ങൾ. ഈ ആശയങ്ങളെയാണ് ഈ ഭഗവത്ഗീതയുടെ ദൈവാസുര സമ്പത്ത് വിഭാഗയോഗം. അതുപോലെ ശ്രദ്ധാത്രയ വിഭാഗയോഗം. ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ഈ ആറ്റിറ്റ്യൂഡ് 3 തരത്തിൽ, സാത്വികമായ ആറ്റിറ്റ്യൂഡ്, രാജസമായ ആറ്റിറ്റ്യൂഡ്, താമസമായ ആറ്റിറ്റ്യൂഡ്. അതാണ് ഇങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ നന്മ എന്താണ്, തിന്മ എന്താണ് എന്നൊക്കെ ഭഗവത്ഗീത വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ മനസ്സുകൊണ്ട് ഈ മനസ്സിനെ തന്നെ നിയമനം ചെയ്യണം, മനസ്സിനെ തന്നെ നിയന്ത്രിക്കണം. മനസാ നിയമ്യ ആരഭതേ, ആരംഭിക്കുന്നു. അർജുന, അല്ലയോ അർജുന, ആരാണോ യഹ ആരഭതേ, യാതൊരുവനാണോ ആരംഭിക്കുന്നത്. എന്താണ് ആരംഭിക്കുന്നത്? കർമ്മയോഗം ആരഭതേ, കർമ്മയോഗത്തെ ആരംഭിക്കുന്നു. കർമ്മം തന്നെ യോഗം, അതാണ് കർമ്മയോഗം. കർമ്മം തന്നെ യോഗം. അതായത് യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസാണ് യോഗം. അതായത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള മനസ്സ്, ആ അനേക ചിത്തം,
എന്ന് പറയുന്ന പോലെ ആ പല വിഷയങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള മനസ്സ്, വളരെ വളരെ അറ്റൻഷൻ സ്പാൻ വളരെ ഷോർട്ടായിട്ടുള്ള അവസ്ഥ എന്നർത്ഥം. ഒരു കാര്യത്തിൽ അല്പനേരം മാത്രമേ നിൽക്കുള്ളൂ മനസ്സ്, പിന്നെ പെട്ടെന്ന് മാറും. ഈ കുരങ്ങൻ ചാടിക്കളിക്കുന്നത് പോലെ. അതുകൊണ്ടാണ് ഈ കുരങ്ങൻ മനസ്സിൻ്റെ ഒരു പ്രതീകമായിട്ട് പലപ്പോഴും വരുന്നത്. അതായത് ഈ ഡിസ്ട്രാക്ഷൻ പെട്ടെന്ന് പെട്ടെന്ന് വരികയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഏകാഗ്രതയില്ലാത്ത അവസ്ഥ. അവിടെ നിന്ന് ഏകാഗ്രതയിലേക്ക് വരിക എന്നുള്ളതാണ്. അതാണ് യോഗം. മനസ്സിനെ ഏകാഗ്രത പഠിപ്പിക്കുക. ഒരൊറ്റ വിഷയത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി പിൻ പോയിന്റഡ് ആക്കി മനസ്സിനെ നിർത്താൻ, ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഒരു വിഷയത്തിൽ മനസ്സിനെ വ്യാപരിപ്പിക്കാനുള്ള നമ്മുടെ ശേഷിക്കാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഏകമായ വിഷയത്തിൽ ഏകമായത് അത് ആത്മാവാണ്. എല്ലാ വസ്തുക്കളിലും എല്ലാ ജീവജാലങ്ങളിലും ഒരേപോലെ വർത്തിക്കുന്ന ഒന്നാണ് ആത്മാവ്, ആത്മചൈതന്യം. ആ ഏകമായ ആത്മചൈതന്യത്തിൽ എത്തിച്ചേരുന്ന ആ ഒരു കാഴ്ച, ആ ഉൾക്കാഴ്ച, അതും ഏകാഗ്രതയാണ്. ഏതായാലും ഇവിടെ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ മനസ്സിനെ ഏകാഗ്രമായി ഒരു വിഷയത്തിൽ തന്നെ ദീർഘനേരം വ്യാപരിപ്പിക്കാൻ കഴിയുന്ന ആ അവസ്ഥയെയാണ് യോഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഏകാഗ്രത കൈവരിക്കാനുള്ള ആ അഭ്യാസം, അതാണ് യോഗ മാർഗം എന്ന് പറയുന്നത്, യോഗ സാധന. ഇത് കർമ്മം തന്നെയാണ്. കർമ്മം തന്നെ യോഗസാധനയായി തീരുന്ന അവസ്ഥയാണ് കർമ്മയോഗം. അപ്പോൾ ആ കർമ്മയോഗം ആരംഭിക്കുന്നു. എങ്ങനെ ആരംഭിക്കുന്നു? അസക്തഃ. കർമ്മവും കർമ്മയോഗവും തമ്മിലുള്ള വ്യത്യാസമാണ്. ശക്തിയോടുകൂടി, അതായത് മനസ്സിൽ ആസക്തിയോടുകൂടി, മനസ്സിൽ അറ്റാച്ച്മെന്റോടുകൂടി. എന്തിനോടാണ് അറ്റാച്ച്മെന്റ്? കർമ്മഫലത്തോട്. ഞാൻ ഈ ചെയ്യുന്ന കർമ്മത്തിന് ഇന്ന ഫലം കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തുഷ്ടനാവുള്ളൂ. ഇന്ന ഫലം കിട്ടിയാൽ ഞാൻ ഡിപ്രസ്ഡ് ആവും, ഞാൻ പരാജിതനാവും, ഞാൻ തകർന്നു പോവും എന്നുള്ള മുൻധാരണയോടുകൂടി തന്നെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ ആൾക്ക് കർമ്മത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, അയാൾക്ക് പ്രോസസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അയാളുടെ മനസ്സെപ്പോഴും കർമ്മഫലത്തെക്കുറിച്ചുള്ള വ്യാകുലതകളിൽ പെട്ടുപോകും. അതുകൊണ്ടാണ് കർമ്മഫലം തീർച്ചയായിട്ടും ഒരാൾക്ക് കിട്ടും. കർമ്മഫലം കിട്ടാതെ ആർക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ആ കർമ്മത്തിന്റെ ഫലം അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ചിലപ്പോൾ അത് പോസിറ്റീവായിരിക്കും, ചിലപ്പോൾ അത് നെഗറ്റീവായിരിക്കും. അത് പോസിറ്റീവായിട്ടായാലും നെഗറ്റീവായിട്ടായാലും ഈ കർമ്മഫലം ഈ ആളിലേക്ക് തന്നെ വരും. ആ കർമ്മഫലത്തെ പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സിൽ വ്യാകുലപ്പെടുന്ന അവസ്ഥ, അതില്ലാതിരിക്കുന്നതിനാണ് അസക്തനായി, അതിനോട് കർമ്മഫലത്തോടുള്ള ആസക്തിയില്ലാതെ. കർമ്മഫലം വരുമെന്ന് നമുക്കറിയാം. കർമ്മഫലം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മം ചെയ്യുമ്പോൾ ആ ഒരു ലക്ഷ്യമില്ലെങ്കിൽ ആരും കർമ്മം ചെയ്യില്ല. അതുകൊണ്ട് ലക്ഷ്യത്തോടു കൂടിയാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മഫലം തീർച്ചയായും വരും എന്ന് നമുക്കറിയാം. അത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ വരും, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് വിപരീതമായിട്ട് വരും. അത് നമ്മുടെ കൺട്രോളിലല്ല. എങ്ങനെ വന്നാലും അതിനെ നമ്മൾ ഒരേ മനസ്സോടുകൂടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഈ പറയുന്ന യോഗം എന്ന അവസ്ഥ. സിദ്ധ്യോഹു സമോഭൂത്വ എന്ന് 2-ാമത്തെ അധ്യായത്തിൽ പറയും. സിദ്ധിയായാലും നേട്ടമായാലും അസിദ്ധിയായാലും നേട്ടമല്ലെങ്കിലും ഒരേപോലെ മനസ്സ്, അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടിയെന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ കർമ്മഫലത്തെക്കുറിച്ച് വറീഡാവാതെ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്ത് കർമ്മം ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാനിങ്ങും എക്സിക്യൂഷനും വളരെ ഭംഗിയായി നിർവഹിക്കുക. കർമ്മഫലം അതിൻ്റെ രീതിയിൽ വരട്ടെ എന്നുള്ള രീതിയിൽ അതിനെ വിട്ടേക്കുക. ഇതാണ് കർമ്മയോഗത്തിന്റെ ശരിയായ സമീപനം. അതാണ് അസക്തഃ. അങ്ങനെ കർമ്മയോഗം ചെയ്യുന്നത് എങ്ങനെ വേണം? കർമ്മേന്ദ്രിയൈഹി. വെറുതെ മനസ്സുകൊണ്ട് ആലോചിച്ചാൽ പോരാ. കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട്, കർമ്മേന്ദ്രിയങ്ങൾ വാക്ക്, കയ്യ്, കാല്, ലൈംഗികോപകരണം, വിസർജനോപകരണം, ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ. ഈ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ആരാണോ കർമ്മയോഗം അനുഷ്ഠിക്കുന്നത് ആ ആള് വിശിഷ്യതേ, അയാൾ വിശേഷപ്പെട്ടവനാണ്. എന്തിനേക്കാൾ വിശിഷ്യതേ? മുൻപറഞ്ഞ മിഥ്യാചാരനേക്കാൾ വിശേഷപ്പെട്ടവനാണ്.
ഇതാണ് ഭഗവത്ഗീത ഇവിടെ അവതരിപ്പിക്കുന്നത്. യഹ തു, യാതൊരുവനാണോ ഇന്ദ്രിയാണി മനസാ നിയമ്യ, തൻ്റെ 11 ഇന്ദ്രിയങ്ങളെ, 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും 5 കർമ്മേന്ദ്രിയങ്ങളെയും അന്തരിന്ദ്രിയമായ മനസ്സിനെയും ഇന്ദ്രിയാണി മനസാ നിയമ്യ, മനസ്സുകൊണ്ട് തന്നെ ഈ 11 ഇന്ദ്രിയങ്ങളെയും നിയമനം ചെയ്ത് കൺട്രോൾ ചെയ്ത്, അല്ലയോ അർജുന, കർമ്മേന്ദ്രിയൈഹി അസക്തഃ കർമ്മയോഗം യഹ ആരഭതേ, കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് അസക്തനായി സ്വയം ഈ കർമ്മഫലത്തെക്കുറിച്ച് വറീഡാവാതെ, കർമ്മഫലം തീർച്ചയായിട്ടും വരും, നമുക്കറിയാം. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കണമെന്നില്ല. പ്രതീക്ഷിച്ചതിനേക്കാളും മോശമായിരിക്കാം, ചിലപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലതായിരിക്കാം. അതിനെക്കുറിച്ച് വറീഡാവാതെ ഈ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് യാതൊരുവനാണോ കർമ്മയോഗം ആരഭതേ, കർമ്മയോഗം ചെയ്യാൻ തയ്യാറാകുന്നത്, സഹ വിശിഷ്യതേ, അയാൾ മിഥ്യാചാരനേക്കാൾ വിശേഷപ്പെട്ടവനാണ്. കാരണം ഈ കർമ്മയോഗത്തിലൂടെയാണ് ഇങ്ങനെ മനസ്സിനെ കൃത്യമായി ഡിസിപ്ലിൻ ചെയ്ത് കർമ്മത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഫലമായി അയാളുടെ മനസ്സിന് ഏകാഗ്രത, അതാണ് കർമ്മം തന്നെ യോഗമാവുക എന്ന് പറഞ്ഞാൽ. കർമ്മം തന്നെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ട്, ഒരു മാർഗമായിട്ട്, സാധനാമാർഗമായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ സാധാരണ കർമ്മം, അതായത് ഓഫീസിൽ ജോലി ചെയ്യുന്നയാളാണെങ്കിൽ അങ്ങനെ, ബിസിനസ് ചെയ്യുന്നയാളാണെങ്കിൽ അങ്ങനെ, അധ്യാപകനാണെങ്കിൽ അങ്ങനെ, അങ്ങനെ ഏത് രംഗത്താണോ നമ്മൾ പ്രവർത്തിക്കുന്നത് ആ രംഗത്ത് ആ കർമ്മത്തെ, കർമ്മഫലത്തെക്കുറിച്ചുള്ള ആ ഫലാഭിസന്ധി ഇല്ലാതെ കർമ്മം ചെയ്യുമ്പോൾ അത് കർമ്മയോഗമാകും. അത് ഏകാഗ്രതയിലേക്ക് നയിക്കുന്നത് കൊണ്ടാണ്, ആ ഏകാഗ്രത തുടർന്ന് ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത് കൊണ്ടാണ് അത് വിശേഷപ്പെട്ടതാണ് എന്നിവിടെ പറയുന്നത്. ഇനി കർമ്മയോഗത്തെക്കുറിച്ചും അതുപോലെ കർമ്മത്തിൻ്റെ തന്നെ വിവിധ ആസ്പെക്ട്സിനെ കുറിച്ചും ശ്രീ ഭഗവാന്റെ ആഴത്തിലുള്ള വിശദീകരണങ്ങൾ വരും എപ്പിസോഡുകളിൽ കേൾക്കാം. ഗീതാസബരിയുടെ ഇനി വരുന്ന എപ്പിസോഡുകളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.